പാഠം 527. ഒരു വിനോദയാത്രയുടെ കഥ. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമായിരുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും സമ്മതമാണ്. അടുത്ത ഞായറാഴ്ച പോകാൻ വരുന്നു സാർ. ശരി സാർ. എവിടെ പോകുന്നവര്? വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് പോകും. ഇന്നലെ രാവിലെ ഞാൻ താലൂക്ക് ഓഫീസിൽ ചെന്നപ്പോഴാണ് തഹസിൽദാർ ഇങ്ങനൊരു ആശയം പറഞ്ഞത്. ജോലിയുടെ സമ്മർദ്ദം കുറയ്ക്കാനായി വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു യാത്ര പോകണമെന്ന്. എനിക്കും തോന്നി അത് ശരിയാണെന്ന്. അതെന്താ പറ്റി? സാധാരണ ഇങ്ങനെ ഒരു ആവശ്യം കേൾക്കുന്ന പാടെ ഓടി രക്ഷപ്പെടാറുണ്ടല്ലോ വില്ലേജ് ഓഫീസർ. കാശുള്ള കാര്യല്ലേ? അത് മോഹനേട്ടൻ സമ്മതിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പാടാണേ. അങ്ങനെ അധികം ചെലവൊന്നുമില്ല. എല്ലാം ഞാൻ കണക്കൂട്ടി നോക്കിയിട്ടുണ്ട്. മൊത്തം ചെലവിന്റെ 4/1 ഭാഗം ഓരോരുത്തരായി വഹിച്ചാൽ മതി. പിന്നെ കാഞ്ചനയുടെ മകനെ കൂടി കൊണ്ടുവരുന്നത് കൊണ്ട് ആ കുട്ടിയുടെ ചെലവ് കാഞ്ചന തന്നെ വഹിക്കണം. സ്വയംപ്രഭയുടെ കൂടെ അച്ഛനെയോ അമ്മയോ ആനിയനെയോ ആരെങ്കിലും കൂട്ടാം. എല്ലാവരും ഒരേപോലുള്ള ഭക്ഷണമേ കഴിക്കാവൂ. ആരും മദ്യപിക്കാൻ പാടില്ല. ഭക്ഷണത്തിനും വണ്ടിക്കൂലിക്കുമല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ പണം ചെലവാക്കിയാൽ അത് അവരവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. ചുരുക്കി പറഞ്ഞാൽ കണക്ക് നോക്കാൻ ഒരാളെ കൂടി കൊണ്ടുപോകേണ്ടി വരും എന്നത് സാരം. അല്ല, ഇല്ലെങ്കിൽ പോയിട്ട് വരുന്നതിനിടയിൽ കണക്കിന്റെ പേരിൽ കയ്യാങ്കളിയാവുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. വേണമെങ്കിൽ ക്രമസമാധാനം തകർച്ച ഒഴിവാക്കാൻ ഒരു പോലീസുകാരനെ കൂടെ കൊണ്ടുപോകുന്നതാണ്. 4-5 സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ യാത്രയല്ലേ, ഒരു പോലീസ് കാവലൊക്കെ നല്ലതാ. കാര്യം വരുമ്പോ കളിയാക്കുന്നു. വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പോ നീ അതിനെ തമാശയായിട്ട് മാത്രം കാണുന്നുണ്ടെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നത് എങ്ങനെ വലിയ ഗൗരവമുള്ള കാര്യമാവും? ഗൗരവം കുറച്ച് സമ്മർദ്ദം ഒഴിവാക്കാനാണല്ലോ ഈ യാത്ര തന്നെ. അതുപോട്ടെ, ഇക്കാര്യം പറഞ്ഞപ്പോ മോഹനയുടെ കൂടെ ഉള്ളവരെന്താ പറഞ്ഞത്? എന്ത് പറയാൻ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ ഒരു ആശയം പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചതേയില്ല. ടൂർ വരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ സമ്മതിക്കുമെന്നുള്ളതാ പ്രശ്നം സാറേ. പ്രഹ്ലാദൻ ചേട്ടന് ഇത്തരം പരിപാടികളൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. സ്വയംപ്രഭയ്ക്ക് വരാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഭയങ്കര താല്പര്യമാണ് സാർ. കാഞ്ചനയ്ക്കോ? എനിക്കും താല്പര്യമാണ് സാർ. അപ്പൊ പിന്നെന്താ പ്രശ്നം? പ്രഹ്ലാദനോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇങ്ങനെ ഒരു യാത്ര പോകുന്ന കാര്യം പറയുമ്പോൾ പ്രഹ്ലാദന് സന്തോഷമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ സ്വയംപ്രഭയുടെ കാര്യം. പ്രഭ ഒറ്റയ്ക്ക് വരേണ്ട കാര്യമില്ല. എല്ലാവരുടെയും കൂടെ അവരവരുടെ കുടുംബാംഗങ്ങൾ ഉള്ളത് കൊണ്ട് പ്രഭയ്ക്ക് അച്ഛനെയോ അമ്മയെയോ അനിയനെയോ ആരെങ്കിലും ഒരാളെ കൂട്ടാം. ശിശുപാലിന്റെ കൂടെ ശിശുപാലിന്റെ ഭാര്യ ഉണ്ടാവില്ലേ? പിന്നെ അവക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കുറെ കാലമായി എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് അവള് പറഞ്ഞോണ്ടിരിക്കുക. എനിക്കറിയാം. നമ്മളൊക്കെ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായി ജോലി ചെയ്യുന്നവരല്ലേ. ഇടയ്ക്ക് ഇത്തരം ചെറിയ ചെറിയ യാത്രകൾ നല്ലതാണ്. എന്തായാലും സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഐഡിയ വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതേയില്ല. ഒരു യാത്ര പോകുന്നതിനെ പറ്റി ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. പക്ഷേ സാറ് ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതിയാ പറയാതിരുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? നിങ്ങളൊക്കെ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണുമെന്ന്. എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി സാർ. എവിടെയെങ്കിലും ടൂർ പോകുന്ന കാര്യം പറഞ്ഞാൽ പ്രഹ്ലാദേട്ടൻ സമ്മതിക്കില്ല. ഇതിപ്പോ സാറ് മുൻകൈ എടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എതിർക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പ്രഹ്ലാദേട്ടൻ സമ്മതിക്കും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മഹാനായ വില്ലേജ് ഓഫീസറുടെ കൂടെ ഒരു ദിവസം ആഘോഷമായി ചെലവാക്കാനുള്ള ഭാഗ്യമാണ് മോഹനേട്ടന്റെ സഹപ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്നത്. യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കും. അടുത്ത ഞായറാഴ്ച വെളുപ്പിന് 5 മണിക്ക് ഇവിടുന്ന് പോയാൽ രാത്രി 10 മണിയാകുമ്പോൾ തിരിച്ചെത്തും. പിന്നെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ സ്ഥിരമായി വൈകുന്നൊരു സ്വഭാവം നിനക്കുണ്ട്. അത് ഇവിടെ നടക്കില്ല.
കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന കെ മോഹനേഷിന്റെ ഭാര്യയും കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ആളാണെന്ന് കാണിച്ചു കൊടുക്കണം. ഞാനെങ്ങനെ കാണിച്ചു കൊടുക്കാനാ? രാവിലെ സമയത്ത് റെഡിയായി ഇറങ്ങുക. ഓരോ സ്ഥലത്തും കൃത്യമായ സമയം പാലിക്കുക. അങ്ങനെ നീ ചെയ്യുമ്പോ അവർക്കും അതൊരു മാതൃകയാവും. പക്ഷെ ഞാൻ വരുന്നില്ലല്ലോ. വരുന്നില്ലേ? ഇല്ല. എനിക്ക് അടുത്ത ഞായറാഴ്ച സദാനന്ദ സാറിന് അനിയന്റെ മോളുടെ കല്യാണ നിശ്ചയത്തിന് പോകണ്ടേ? ഞാനങ്ങ് വരുന്നില്ല. വലിയ എപ്പിസോഡ് എങ്ങ് പോയാ മതി. എന്താ അങ്ങനെ? ഭാമേ, അതെവിടുത്തെ ന്യായം? എന്താ? എല്ലാവരെയും വിനോദയാത്രയിൽ കൊണ്ടുപോകുന്നത് ഞാനാണ്. അക്കൂട്ടത്തിൽ എന്റെ ഭാര്യ ഇല്ലാതെ വന്നാൽ എങ്ങനെ ശരിയാവും? എന്ന് പറഞ്ഞ എങ്ങനെ മോഹനേട്ടാ? എന്റെ സീനിയർ വക്കീലാണ് സദാനന്ദ സാറ്. സദാനന്ദ സാറിന് അനിയന്റെ മോളുടെ കല്യാണ നിശ്ചയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ സദാനന്ദ സാർ എന്ത് കരുതും? അത് പറഞ്ഞ കാര്യമില്ല. ശിശുപാലിന്റെ ഭാര്യയെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞത് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും കൂടെ വേണമെന്ന്. നീ ഇല്ല, ഞാൻ അവരെ തരും. ഇതൊന്നും എന്റെ പ്രശ്നമല്ല. അങ്ങനെ ടൂർ പോകാൻ തീരുമാനിക്കുന്നതിന് മുന്നേ മോഹനോട് എന്നോട് ആലോചിച്ചിട്ട് കൂടിയില്ല. അല്ലെങ്കിൽ തന്നെ 3-4 സർക്കാർ ഉദ്യോഗസ്ഥർ നാട് തണ്ടാൻ പോകുന്നതില് എനിക്കെന്താണ് കാര്യം? എനിക്ക് എന്റെ ജോലിയാണ് പ്രധാനം. ഒരു വക്കീൽ എന്ന നിലയിൽ എനിക്ക് എന്റെ സീനിയർ വക്കീലിന്റെ സന്തോഷമാണ് പ്രധാനം. ഞാൻ വരില്ല. ഈ വാക്കുകൾ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മോഹനേട്ടാ, വിദ്യാലക്ഷ്മി സ്നേഹലതയൊക്കെ കൂടി ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നോട് കൂടെ കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ബോംബ് വെക്കാനാണോ? ഒരു കാര്യം പറയുമ്പോ പുളിച്ച് തമാശ പറഞ്ഞോണ്ട് വരല്ലേ. അടുത്ത ശനിയാഴ്ച ടൂർ പോകുന്ന കാര്യമാ. എവിടെ? അതാലോചിച്ച് തീരുമാനിക്കണം. വിദ്യ, സ്നേഹം, ഗായത്രിയും വരുന്നുണ്ട്. പിന്നെ ഞാനും. എല്ലാവരുടെയും ഭർത്താക്കന്മാരും ഉണ്ട്. മോഹനേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടാ പോന്നേ. എന്നോട് ചോദിക്കാതെ എന്റെ കാര്യത്തിൽ വാക്ക് കൊടുക്കാൻ നിന്നോടാര് പറഞ്ഞു? അടുത്ത ശനിയാഴ്ച തഹസിൽദാരുടെ മകളുടെ വീടിന്റെ പാലുകാച്ച. എനിക്ക് അതിന് പോണം. അല്ല, പാലുകാച്ചെല്ലാം പോയില്ലെങ്കിലും പിറ്റേ ദിവസം അവിടെ വരെ ഒന്ന് പോയാ പോരെ? ഞാൻ ടൂറിന് ചെന്നില്ലെങ്കിൽ വിദ്യ എന്ത് വിചാരിക്കും മോഹനേട്ടാ? എന്റെ മേലധികാരിയാണ് തഹസിൽദാർ. തഹസിൽദാരുടെ മകളുടെ വീടിന്റെ പാലുകാച്ച് എനിക്ക് ഒഴിവാക്കാനേ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ തഹസിൽദാർ എന്ത് കരുതും? ചെല്ലാന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയില്ലേ? അതൊന്നും എന്റെ പ്രശ്നമല്ല. കാരണം ടൂർ പോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ എന്നോട് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ തന്നെ 3-4 കേസില്ലാത്ത വക്കീലന്മാര് നാട് തന്നെ പോകുന്നിടത്ത് എനിക്കെന്ത് കാര്യം? എനിക്ക് എന്റെ ജോലിയാണ് പ്രധാനം. ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് എന്റെ മേലധികാരിയായ തഹസിൽദാരുടെ സന്തോഷമാണ് പ്രധാനം. ഞാൻ വരില്ല. ഓ, അവൾ പ്രതികാരം ചെയ്യുകയാണ്. എന്തായാലും അവളില്ലാതെ പോകാൻ പറ്റില്ല. സാറേ, നമസ്കാരമുണ്ട് സാർ. നമസ്കാരം സാറേ, ശേഖരൻകുട്ടിയുടെ സ്ഥലം ഇളക്കുന്ന കാര്യത്തെ പറ്റി ഇതുവരെ ഒരു തീരുമാനമായില്ല. അടുത്ത ഞായറാഴ്ച സാറിന് സമയമുണ്ടോ എന്ന് അവൻ ചോദിച്ചു. അടുത്ത ഞായറാഴ്ച എന്തായാലും സമയമില്ല. ഞങ്ങൾ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു യാത്ര പോകുന്നു. എങ്ങോട്ടാണ് സാറേ? എങ്ങോട്ടാണ് എന്നുള്ളതല്ല ഇപ്പൊ പ്രശ്നം. വേറൊരു പ്രശ്നം ഉണ്ട്. എന്താണ് സാറേ? ഞാനാണ് വിനോദയാത്ര പോകുന്ന കാര്യം വില്ലേജ് ഓഫീസിൽ അവതരിപ്പിച്ചത് തന്നെ. ശിശുപാലനും കാഞ്ചനയും സ്വയംപ്രഭയൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോ കഥ മാറി. ഭാമ വരുന്നില്ല എന്ന്. അയ്യോ, അത് സദാനന്ദ വക്കീലിന്റെ ഏതോ ബന്ധുവിന്റെ കല്യാണ നിശ്ചയം മറ്റോ ആണെന്നൊക്കെയാണ് അവള് പറയുന്നത്. സത്യം അതല്ല. പിന്നെ കഴിഞ്ഞ മാസം അവളും അവളുടെ കുറെ കൂട്ടുകാരും ചേർന്ന് ഇങ്ങനെ ഒരു യാത്ര പോകുന്ന കാര്യം ആലോചിച്ചതാ. പക്ഷെ അവരുടെ കൂടെ പോകാൻ മടിയായതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞു. തഹസിൽദാരുടെ മൂത്ത മകളുടെ വീടിന്റെ പാല് കാച്ചാണെന്ന് പറഞ്ഞാണ് ഞാൻ അന്ന് ആ സംഭവം കൊളാക്കിയത്. ഞാനില്ലാത്തത് കൊണ്ട് അവരെ യാത്ര തന്നെ ക്യാൻസൽ ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ ന്യായം അവൾ തിരിച്ചു പറയുക. എന്ത് ഉത്തമ? അതിപ്പോ ഇത്തരം കാര്യങ്ങളില് പെണ്ണുങ്ങൾക്ക് മുടിഞ്ഞ ഓർമ്മശക്തി എന്നാണ് പറയുന്നത്.
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ചിലപ്പോ അവർ മറന്നുപോയെന്ന് വരാം. പക്ഷെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ഓർത്തു വെക്കുകയും ചെയ്യും. ഓർത്തു വെച്ചു. അന്ന് ഞാൻ അവളോട് പറഞ്ഞ അതേ ഡയലോഗുകൾ അവൾ ഇപ്പൊ എന്നോട് പറയും. സാറിത് ഒന്നുകൂടെ ഒന്ന് സോപ്പിട്ട് നോക്ക്. സാറേ, വക്കീൽ വന്നില്ലെങ്കിൽ സാറിന്റെ മാനം പോവും. ആഫീസിലെ സകലരെയും വിരട്ടി നിർത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കെ മോഹനകൃഷ്ണൻ സാറിന് ഭാര്യയെ കൊണ്ടൊരു കാര്യം അനുസരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് ആഫീസിലുള്ളവർ പറയും. പക്ഷെ ഭാമയുടെ ഭാവം കണ്ടിട്ട് അവള് വഴങ്ങുന്ന മട്ടില്ല ഉത്തമ. സാറേ, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നുള്ളതാണല്ലോ പ്രമാണം. ഇപ്പൊ ആവശ്യക്കാരൻ സാറാണ്. വക്കീല് ടൂറിന് വന്നില്ല എന്നുണ്ടെങ്കിൽ പോകുന്നത് സാറിന്റെ മാനമാണ്. എങ്ങനെയെങ്കിലും സാറ് സമ്മതിപ്പിച്ചേ പറ്റൂ. എങ്ങനെ? ഈ വക്കീല് വലിയ വക്കീലൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ഒരു പെണ്ണുകൂടിയാണ്. അതെനിക്കറിയാം. സാറേ, പെണ്ണുങ്ങളെ പറഞ്ഞ് മയക്കി വളച്ച് ഓടിച്ച് പെട്ടിയിലാക്ക എന്തൊക്കെ വഴികളുണ്ട്. പ്രലോഭനങ്ങൾ, വാഗ്ദാനങ്ങൾ, പുകഴ്ത്തലുകൾ. ഇതിലേതാണ് നല്ലതെന്ന് നോക്കി ഒരെണ്ണം എടുത്തൊക്കെ പ്രയോഗിക്കണം സാറേ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. 10 മണി കൃഷി ഓഫീസിൽ എത്തണം. സദാനന്ദൻ സാറിന്റെ മകളുടെ കല്യാണ നിശ്ചയമായിരുന്നെങ്കിൽ നീ പോകേണ്ടതായിരുന്നു. പക്ഷെ ഇതിപ്പോ സദാനന്ദൻ സാറിന്റെ അനുജന്റെ മകളുടെ കല്യാണ നിശ്ചയമല്ലേ. അതിന് മതി പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാ മോഹനോട് പറഞ്ഞാ മതിയോ? ഞാൻ ചെന്നില്ലെങ്കിൽ സദാനന്ദൻ സാറിന് ഇഷ്ടാവില്ല. വെറുതെ എന്റെ സീനിയർ വക്കീലിന്റെ ശത്രുത അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുത്തി വെക്കേണ്ട കാര്യം എന്താ? പക്ഷേ നീ യാത്രയ്ക്കുണ്ടാവുന്ന എല്ലാവരോടും പറഞ്ഞുപോയി. എന്നോട് ചോദിക്കാതെ അങ്ങനെ പറഞ്ഞത് ശരിയാണോ? അതല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. നീ വിചാരിച്ചാ എന്നോട് വരാൻ പറ്റും. അതൊക്കെ പറ്റും. പക്ഷേ അങ്ങനൊരു വിചാരം ഞാൻ വിചാരിക്കേണ്ട കാര്യം എന്താ? ഇങ്ങോട്ട് പെരുമാറുന്ന പോലെയല്ലേ നമ്മൾ അങ്ങോട്ടും പെരുമാറേണ്ടത്. നീ വന്നേ പറ്റൂ. ശരി, ഞാൻ വരാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്ത് വ്യവസ്ഥ? എനിക്ക് ഒരു പുതിയ സാരി വാങ്ങി തരണമെന്ന് 1 മാസമായിട്ട് ഞാൻ പറയാ. ഒരു നല്ല സാരി വാങ്ങി തരാമെങ്കിൽ ആ സാരി ഉടുത്ത് ഞാൻ കൂടെ വരാം. എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ആ ഇരിക്കുന്ന സാരികൾ ഏതെങ്കിലും ഉടുത്ത് ഞാൻ കല്യാണത്തിന് പോയിക്കോളാം. അത് പറ്റില്ല മോഹനേട്ടാ. ഞാൻ മോഹനേട്ടന് വേണ്ടി ഒരു ത്യാഗം ചെയ്യുമ്പോ എനിക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണ്ടായി. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ബുദ്ധനും കാന്തിയൊന്നും അല്ലല്ലോ. എനിക്ക് പുതിയ സാരി കിട്ടണം. ഉറപ്പ്? വാക്ക്? മോഹനേഷ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അപ്പോ ഞായറാഴ്ച രാവിലെ പോകാൻ റെഡി ആയിക്കോ. ഇനി ഇത് മാറ്റി പറയരുത്. ഓ, രക്ഷപ്പെട്ടു. ഇല്ല പിന്നെ അവിടെ പോയി എന്ത് പറയാ? പോകാൻ വരട്ടെ. സാരി വാങ്ങാനുള്ള കാശൊന്നുമില്ല. അത് ഞാൻ തരാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അടുത്ത ഞായറാഴ്ചയാണ് ടൂറ്. അതിന് പിന്നെ ബ്ലൗസ് തയ്ച്ചു കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ തുണി വാങ്ങി കൊടുക്കണ്ടേ? കൊടുക്കണോ? പിന്നെ അല്ലാതെ കാശ് മുടക്കി സാരി വാങ്ങിട്ട് അവസാനം സമയത്ത് ബ്ലൗസ് കിട്ടിയില്ലെങ്കിൽ പഴയ സാരി എടുത്ത് വരേണ്ടി വരുവേ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? എന്തായാലും കാശ് മുടക്കണം. അത് ഇന്നായാലും എന്താ, നാളെ ആയാലും എന്താ? കാശ് എന്താ 500 രൂപയോ? ഈ കാശിനാണോ ഞാൻ സാരി വാങ്ങേണ്ടേ? 500 രൂപയുടെ സാരി എടുത്ത് ഞാൻ മോഹനോട് വന്നിട്ടുണ്ടെങ്കിലേ മോഹനന്റെ മാനം പോവും. ഒരു ടൂറ് വേണമായിരുന്നു. പിടിച്ചിരിപ്പുണ്ടാകുന്നില്ല. 1000 രൂപയ്ക്ക് നല്ല സാരി കിട്ടില്ല. മോഹനോട് 1000 രൂപ കൊടുക്കുന്നേ. 2000 രൂപയുടെ സാരിയോ? അറിയില്ല. എങ്കിൽ ടൂർ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. ഞാൻ സദാനന്ദ സാറിന്റെ അനിയന്റെ മോളുടെ കല്യാണ നിശ്ചയത്തിന് പൊയ്ക്കോളാവേ.
എന്തെങ്കിലും ചെയ്യ്. ഞാൻ ഇറങ്ങുന്നു. ഓ 2000 രൂപ. അപ്പോ പേടിപ്പിക്കേണ്ട രീതിയിൽ പേടിപ്പിച്ചാൽ വില്ലേജ് ഓഫീസർ പേടിക്കും. എന്റെ കാഞ്ഞന സാറേ ആലോചിച്ചിട്ട് തല ഇറങ്ങുന്നു. എങ്ങനെയെങ്കിലും ഈ ടൂർ പോകുന്നതിൽ നിന്നും ഒഴിവാൻ പറ്റുമോ? നടക്കുമെന്ന് തോന്നുന്നില്ല പ്രഭേ. ഞാൻ വീട്ടിൽ ചെന്ന് കാര്യം പറയുമ്പോ പ്രഹ്ലാദൻ ചേട്ടൻ പറ്റില്ലെന്ന് പറയും. ആ ന്യായം പറഞ്ഞ് ഒഴിവാവാന്ന്. ടൂറിന്റെ കാര്യം പറഞ്ഞ പാടെ പ്രഹ്ലാദൻ ചേട്ടൻ പറയാ അത് കൊള്ളാല്ല, നമുക്ക് പൊക്കളയാന്ന്. ഞാനേ ഈ വിഷയം വീട്ടിൽ പറഞ്ഞതുപോലുമില്ല. പറഞ്ഞാ കെട്ടിയോൾ അധികാരി പിടിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ അവൾക്കായിരിക്കും ടൂർ പോവാൻ ഉത്സാഹം. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശിശുപാലൻ ചേട്ടാ. എങ്ങനെയും ഈ പരിപാടി പൊളിച്ചേ പറ്റൂ. ഓ എനിക്ക് വയ്യ മോനേഷ സാറിനോട് ടൂർ പോവാൻ. രാവിലെ മുതൽ വൈകിട്ട് വരെ ആഫീസിൽ സാറിനെ സഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാവും. അത് പിന്നെ നമ്മുടെ ഗതികേടാണെന്ന് പറയാം. സർക്കാർ ജോലിയായി പോയില്ലേ. പക്ഷെ ഒരു അവധി ദിവസം മുഴുവൻ പിന്നെയും മോനേഷ് സാറിനോട് ചെലവഴിക്കണമെന്ന് പറഞ്ഞു. അയ്യോ എന്നെ കൊണ്ട് പറ്റൂല. സത്യം പറയല്ലേ ശിശുപാലൻ ചേട്ടാ, മോനേഷ സാറിന്റെ കൂടെ ടൂറിന് പോകുന്നതിൽ നല്ലത് കഴുത്തിലൊരു കയറും കെട്ടി അറബിക്കടലിൽ ചാടുന്നതാ. ഇന്നലെ സാറ് പറഞ്ഞ വ്യവസ്ഥയെ കേട്ടില്ലേ? എല്ലാരും പോയി വരുന്നവരെ ഭയങ്കര അച്ചടക്കം കാണിക്കണം. മദ്യപിക്കാൻ പാടില്ല എന്ന്. ഒരു ടൂർ പോകുമ്പോ കുടിക്കാൻ പറ്റില്ല എന്ന്. നമ്മൾ പോകുന്ന ടൂറിനല്ലേ, അല്ലാതെ ശബരിമലയ്ക്കൊന്നും അല്ലല്ലോ. അതൊന്നും അല്ല ശിശുപാലൻ ചേട്ടാ. ഇവിടെ മോഹനേഷ് സാറ് നമ്മളെ ചീത്ത വിളിക്കുന്നത് നമ്മൾ മാത്രമേ അറിയൂ. പക്ഷെ വീട്ടുകാരെയും കൂട്ടി നാട് ചുറ്റാൻ പോകുമ്പോ ആ ചീത്തവിളി പിന്നെ ഉണ്ടാവും. അതോടെ നമ്മുടെ മാനം പോവില്ലേ? എന്റെ ജോലി പോയാലും വേണ്ടില്ല, ഞാൻ സാറിനോട് ടൂർ പോകാനില്ല. ഞാനുമില്ല. മനുഷ്യന്റെ എന്തെങ്കിലും ഗുണമുള്ളവരുടെ അല്ലേ ടൂർ പോകാൻ പറ്റൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോഴി. ഞാനും എന്റെ അമ്മോ സാറിന്റെ കൂടെ ടൂർ പോകുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും വയ്യ. നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയും. കെട്ടിയോൾക്ക് അസുഖമാണെന്ന് പറഞ്ഞാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശിശുപാല, എന്താ പ്രശ്നം? ഒന്നുമില്ല സാർ. ഞങ്ങള് ടൂർ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. എല്ലാവർക്കും സാറിനോട് വരാൻ ഭയങ്കര സന്തോഷമാണ്. അതെ, ഞങ്ങളത് പറയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സാർ. എന്റെ കെട്ടിയോൾക്ക് നമ്മള് ടൂർ പോകുന്നില്ല. അതെന്താ സാർ? എനിക്ക് ചില അസൗകര്യങ്ങളുണ്ടതാ. ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ട ശിശുപാലൻ ചേട്ടാ. ഇത്രയും നല്ല കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എന്തായാലും ഈ സന്തോഷം ആഘോഷിക്കാൻ 2 പേർക്ക് അടിച്ചിട്ട് എന്റെ കാര്യം. ആയിക്കോട്ടെ ശിശുപാലൻ. യോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. ഹാമേ, ചായ. എന്തു പറ്റി മുഖത്തൊരു പ്രയാസം? ഒന്നുമില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാ പോരല്ലോ. മോഹനേട്ടൻ മുഖം ഒന്ന് മാറി എനിക്ക് മനസ്സിലാവില്ലേ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഓ, സാരി വാങ്ങാൻ 2000 രൂപ മുടക്കേണ്ടി വന്നതിന്റെ പ്രയാസമായിരിക്കൂലേ? വെറുതെ അല്ലല്ലോ, ഒരു നല്ല കാര്യത്തിനല്ലേ. ആ സാരി ഉടുത്ത് ഞാൻ മോഹനേട്ടൻ്റെ കൂടെ ടൂറ് വരുമ്പോ സ്വയംപ്രഭയും കാഞ്ചനയും ശിശുപാലൻ ചേട്ടന്റെ ഭാര്യയും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കും. വിനോദയാത്ര പോകുന്നില്ല. പോകുന്നില്ലേ? അതെന്താ? അവർക്കൊന്നും താല്പര്യമില്ല. അല്ല, അപ്പൊ പോകാന്ന് സമ്മതിച്ചല്ലേ? അതൊന്നുമല്ല സത്യം. അവർക്ക് എന്റെ കൂടെ യാത്ര വരാൻ താല്പര്യമില്ല. പക്ഷെ അത് എന്നോട് പറഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടുന്നു കരുതി വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. ഞാൻ ഭയങ്കര പട്ടാളച്ചിട്ടക്കാരനാണ്.
ആഫീസിൽ തന്നെ എന്റെ ഭരണം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ വിനോദയാത്രയ്ക്ക് പോയി എന്തായിരിക്കും എന്നൊക്കെ അവർ ചോദിക്കുന്നത്. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വിഷമായോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഞാൻ എന്തെങ്കിലും കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ലതിന് വേണ്ടിയല്ലേ? അതെനിക്കറിയാലോ. എന്റെ മോഹനേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവരെന്താണെങ്കിലും പറഞ്ഞോട്ടെ. എന്റെ മോഹനേട്ടന്റെ വില അവർക്ക് മനസ്സിലാവാത്തോണ്ട് ഒരാളുടെ സഹായം വേണ്ട നമുക്ക്. അടുത്ത ഞായറാഴ്ച ഞാനും മോഹനേട്ടനും കൂടി രാവിലെ ഇവിടുന്ന് പോന്നു. ഒരു ദിവസം മുഴുവനും ആഘോഷിച്ചിട്ട് രാത്രി തിരിച്ചു വരുന്നു. എന്തു പറയുന്നു? എന്തായാലും ടൂറിന് പോകാൻ മാറ്റി വെച്ച കാശില്ലേ, പിന്നെ എനിക്ക് സാരി വാങ്ങാൻ തന്ന കാശും. അതുകൊണ്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. അപ്പൊ സാരി വാങ്ങിയില്ലേ? എന്തിന്? എനിക്ക് ആവശ്യം പോലെ സാരിയില്ലേ. പിന്നെ രാവിലെ ഒരു തർക്കം ഉണ്ടായപ്പോ ജയിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഉള്ളൂ. അന്ന് ടൂറിന് പോവാന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ കേൾക്കാതിരുന്നതിന്റെ പ്രതികാരം ചെയ്തതാ. എന്റെ മോഹനേട്ടനെ പറ്റി ഈ ലോകത്ത് ആരും എന്തും പറഞ്ഞോട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. മോഹനേട്ടനെ മൈൻഡ് ചെയ്യാൻ ഈ പാവം വക്കീൽ ഇവിടെ ഇല്ലേ? അപ്പൊ അടുത്ത ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കും. പിന്നെ അല്ലാതെ. പക്ഷേ നമ്മൾ തീരുമാനിച്ച പൈസയിൽ കൂടുതൽ ചിലവാകാതെ നോക്കണം. അല്ല, കാശ് വെറുതെ ധൂർത്തടിക്കാൻ പാടില്ലല്ലോ. കീഴടങ്ങി സാമിയേ. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താണ് കരുതുന്നത് എന്ന് മനസ്സിലാക്കാത്തവരാണ് നമ്മളിൽ പലരും. തന്നെ സത്യസന്ധനും മാന്യനുമായ മേലുദ്യോഗസ്ഥനായി കണ്ട് ബഹുമാനിക്കുകയാണ് സഹപ്രവർത്തകർ എന്ന മോഹനകൃഷ്ണന്റെ വിശ്വാസമാണ് ഇന്ന് അസ്ഥാനത്തായത്. സാരമില്ല, ആർക്ക് മനസ്സിലായില്ലെങ്കിലും മോഹനകൃഷ്ണനെ അടിമുടി മനസ്സിലാക്കാൻ ഈ വക്കീൽ വീട്ടിലുള്ളതുകൊണ്ട് സമാധാനിക്കാം. സ്നേഹസമ്പന്നരായ ഈ ദമ്പതികളുടെ പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.